2013, 2021, 2024 എല്ലാം ആംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കുടിശ്ശികൾ പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിന് കഴിയുന്നില്ല സാർ. വീണ്ടും ആംനസ്റ്റി പദ്ധതികൾ പ്രഖ്യാപിച്ച് കുടിശ്ശിക അടയ്ക്കുന്നതിൽ നിന്ന് നികുതിക്കാരെ പിന്നോട്ടടുപ്പിക്കുകയും ഇളവുകൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സാർ, ഇത്തരം ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് അംശാദായം അടച്ച് പണമുടക്കിയ തൊഴിലാളികൾക്കല്ല, കർഷകർക്കല്ല, വിദ്യാർത്ഥികൾക്കല്ല സാർ, മദ്യക്കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന മുതലാളിമാർക്കാണ്. സാർ, ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിർത്തി കർശനമായി റവന്യൂ റിക്കവറിയിലൂടെ ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ മിനിസ്റ്റർ? സർ, വളരെ കർശനമായ നടപടിയാണ് ഈ നികുതി പിരിക്കുന്നതിന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾ ജനറൽ ആംനസ്റ്റി നേരത്തെ പ്രഖ്യാപിച്ച രണ്ടു തരം ആംനസ്റ്റിയാണ്. ജനറൽ ആംനസ്റ്റിയിൽ വളരെ പഴക്കമുള്ള 13,000-ഓളം കോടി രൂപ പലപ്പോഴായി കിടക്കുന്ന തുകകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ജനറൽ ആംനസ്റ്റിയിൽ അതിനകത്ത് 22,000-ഓളം വരുന്ന ഏറ്റവും താഴെ പണം അടയ്ക്കേണ്ടവരുടെ എക്സംപ്റ്റ് ചെയ്തിട്ട് ബാക്കി നടക്കുന്നുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകളെല്ലാം വിശദമായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായി പിരിച്ചെടുത്തത്. സാർ, ഇപ്പോഴും ഇക്കാര്യത്തിനകത്ത് കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യം കൂടി ഉപയോഗിച്ച് നമ്മൾ ആംനസ്റ്റി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളുണ്ട്. നമുക്ക് ഇതിനുമൊപ്പം സാർ കൃത്യമായി പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനകളുടെ ഭാഗമായിട്ട് ധാരാളം പണം അടയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അടച്ചു കൊടുക്കുന്നതല്ല. പക്ഷേ സാമ്പത്തിക സംവിധാനത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രഖ്യാപിക്കുന്ന ആംനസ്റ്റികളുടെ ഭാഗമായി ഇത്തരം ആംനസ്റ്റി പ്രഖ്യാപിക്കുന്നുള്ളൂ. കാരണം പണം കോടതിയിലും കേസിലും കെട്ട് റവന്യൂ റിക്കവറി ഉൾപ്പെടെ മിക്കവാറും എല്ലാ കേസും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാർ. അപ്പോൾ റവന്യൂ റിക്കവറി അടക്കം കേസിൽ പെട്ട് ദീർഘകാലമായി പോകുന്നു, പണം അടയുന്നില്ല എന്നുള്ളത് ഒഴിവാക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ല, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സാർ. സംസ്ഥാനത്തെ പല സ്കോളർഷിപ്പുകളും ലഭ്യമാകുന്നില്ല സാർ. അതിൽ പ്രധാനമായി BPL സ്കോളർഷിപ്പ്, വിധവകളുടെ മക്കൾക്കുള്ള പടവുകൾ സ്കോളർഷിപ്പ് ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് കോഴ്സിനുൾപ്പെടെ ചേർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മറ്റു പലരിന്നും പണം വാങ്ങിയും ലോൺ എടുത്തും ഒക്കെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ ആത്മഹത്യയുടെ വക്കിൽ വരെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് സാർ. ഈ സ്കോളർഷിപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പിൽ ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് നൽകുന്നതിനാവശ്യമായ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് സാർ. സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന് മറുപടി പറയാം. കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഉൾപ്പെടെ ഉള്ളത് ദൂരീകരിക്കുന്നതിന് സഹായകരമാവും. സാർ, ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് 40 കോടി വെച്ചിട്ടുള്ള OEC സ്കോളർഷിപ്പിന് ബാക്കി കിട്ടാനുള്ളത്. അതിനകത്ത് 200 കോടി ഇന്നലെ അനുവദിച്ച വാർത്ത വന്നു. സാർ, ഈ ഗവൺമെന്റ് വ്യവസ്ഥാപിതമായി കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്രത്യേക പദ്ധതിയിൽ ഒരു വർഷത്തേക്ക് പ്രഖ്യാപിക്കുന്ന അങ്ങനെ പദ്ധതിയല്ലേ പറയുന്നത്. കൊടുക്കേണ്ട SC/ST സ്കോളർഷിപ്പും OEC അതുപോലെ OBC മറ്റ് ഓരോ മേഖലയിലും കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സമീപനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുക്കുന്നില്ല എന്നൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാർത്തകൾ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾക്കും ഏറ്റവും സാധാരണക്കാരെ സഹായിക്കേണ്ട കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് ഈ പണം മുഴുവൻ ഈ പറഞ്ഞ ഇത്തരം ചെറിയ സ്കോളർഷിപ്പുകൾ ധാരാളമുണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും അതിനുള്ള അപേക്ഷകൾ ചിലപ്പോൾ പലപ്പോഴും സാർ 4-5 വർഷം മുമ്പുള്ള അപേക്ഷകളൊക്കെയാണ് സാർ വരുന്നത്. SC/ST OBC മേഖലയിലൊക്കെ അങ്ങനെയല്ല വരേണ്ടത്. കറണ്ടായിട്ട് അത് അയക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് ആ നിലപാടെടുത്തിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ചിട്ട് എല്ലാം കാലവിളംബം ഇല്ലാതെ കുടിശ്ശികയില്ലാതെ കൊടുക്കാനുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണം മാറ്റിവെച്ചിട്ടുണ്ട്, അയച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം